ശ്രീവിദ്യ മുല്ലച്ചേരി എന്ന നടിയുടെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് രാഹുൽ രാമചന്ദ്രനാണെന്ന് നമുക്ക് കണ്ണുംപൂട്ടി സമ്മതിക്കാൻ പറ്റും. അദ്ദേഹത്തിനോളം എന്തുമാത്രമാണ് ഇരുവരും തമ്മിൽ അടുത്തിരിക്കുന്നതെന്നും എല്ലാവർക്കും അറിയാം. രണ്ടുപേരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. ഏറെ നാളത്തെ പ്രണയമാണ് അവർ വിവാഹത്തിലേക്ക് എത്തിച്ചത്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചതും അങ്ങനെ തന്നെയാണ്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റി ഇവരുടെ പുതിയ പാലുകാച്ചി ചിത്രങ്ങളാണ് പുറത്തു വരുന്നത്. പുത്തൻ വീട് വാങ്ങിയതിൻ്റെ സന്തോഷം തന്നെയാണ് ഇരുവർക്കും പങ്കുവയ്ക്കാനുള്ളത്. മൺകലത്തിൽ ഇരുവരും പാലുകാച്ചി ഇരുവരുടെയും സന്തോഷം എല്ലാവരെയും അറിയിച്ചു. വാങ്ങിയത് 80 ലക്ഷത്തോളം വരുന്ന വീടാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇരുവരും വീടിന് പേരിട്ടതും പ്രത്യേകതയായി മാറുന്നു. കഥ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട് എന്നതിന് കൃത്യമായി പറയാൻ സാധിക്കുന്നു. രാഹുൽ ഇപ്പോഴാണ് ഒരു ഇൻഫ്ലുവൻസർ ആയത് എന്ന് പറയാം. ഇതിനു മുൻപേ തന്നെ അദ്ദേഹം ഒരു സംവിധായകനായിരുന്നു. അതുകൊണ്ട് തന്നെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നിരവധി സിനിമകളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം വിവാഹത്തിന് ശേഷം ഇപ്പോൾ കൂടുതലും ഇൻഫ്ലുവൻസിങ്ങിലേക്കാണ് നോക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നോക്കുന്നത് വീഡിയോ ക്രിയേഷൻ തന്നെയാണ്. കഥ എന്ന പേരിൽ അല്ലെങ്കിൽ ഒരു കഥ പറയുന്ന രീതിയിൽ ഒരു ലാഘവത്തോടെ ഇപ്പോൾ അദ്ദേഹം പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും എത്തുന്നുണ്ട്. അതിലൂടെ നേടിയതാണ് രാഹുലിൻ്റെ ഈ സമ്പാദ്യം എല്ലാം. ശരിക്കും ശ്രീവിദ്യ വിവാഹം കഴിക്കുന്ന സമയത്ത് തനിക്ക് എടുക്കാൻ പൈസ പോലും ഇല്ലായിരുന്നു. തനിക്ക് ഒരു ജോലിയില്ലായിരുന്നു. എന്നാൽ ആരെയും അറിയിക്കാതെ കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്തത് ശ്രീവിദ്യയാണ്. ആ ശ്രീവിദ്യയ്ക്ക് എൻ്റെ നല്ല കാലം വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് എത്താൻ സാധിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയത് ഈ കൊച്ചിയിലാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിയിലൊരു വീട് വയ്ക്കാൻ നമുക്ക് പറ്റുമോ എന്ന് പണ്ടൊരിക്കൽ ശ്രീവിദ്യ കളിക്ക് എന്നോട് ചോദിച്ചിരുന്നു. എന്നാൽ ഇതാ ഇന്ന് ഞാൻ ചിന്നുവിൻ്റെ ആ ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇതാ കൊച്ചിയിലൊരു വീട്, അതും കൊച്ചിയുടെ ഒത്ത നടുക്ക് തന്നെ നല്ല അസൽ ആഡംബരമായൊരു വീട്. അവരെ സംബന്ധിച്ച് ഇത് ആഡംബരമാണ് എന്ന് എടുത്തു പറയുന്നു. സാധാരണക്കാരുടെ ജീവിതം ജീവിക്കുന്നവരാണ്. കാസർഗോഡും തിരുവനന്തപുരത്തുമായി സാധാരണ ജീവിതം ജീവിച്ചിരുന്ന ഇരുവരും കൊച്ചിയിലെത്തി കണ്ടുമുട്ടി അവിടെ നിന്ന് പ്രണയിച്ചു തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രണയത്തിനും അവരുടെ ആഗ്രഹങ്ങൾക്കും എല്ലാം തന്നെ എല്ലാ കാര്യവും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ആരാധകർക്ക് വളരെയധികം സ്നേഹം തന്നെ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ആരാധകർ വളരെയധികം തന്നെ എളുപ്പത്തിലാണ് ഇത് കയ്യേറിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തിലാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാം ഇവരുടെ കഠിനാധ്വാനമാണ് എന്ന് പറയുന്നു. അതുപോലെ പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നതും ഒക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ട്. ഓരോരുത്തരും അവരുടെ ആഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആഗ്രഹങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചെടുക്കുന്ന ഓരോ തീരുമാനങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.